ഇന്നിവിടെ പാനൽ ഡിസ്കഷനിലും തീർച്ചയായിട്ടും ഓരോരുത്തരും കടന്നു വന്ന വഴികളെക്കുറിച്ചും അതിലവർ നേരിട്ട പ്രതിബന്ധങ്ങളെക്കുറിച്ചും അതിനെ ഓവർകം ചെയ്യാൻ അവർക്ക് ഏത് തരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ളൊരു ഏർജാണ് വേണ്ടി വന്നതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ഉണ്ടായി. കുട്ടികളുടെ ഭാഗത്തു നിന്ന് വളരെയധികം നല്ലൊരു റിസപ്ഷനാണ് ഈ പരിപാടിക്ക് ഉണ്ടായത്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടായി. സ്വാഭാവികമായിട്ടും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലി അല്ലെങ്കിൽ കരിയർ, ഫാമിലി വേഴ്സസ് കരിയർ എന്നൊരു ചോദ്യം ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വരുമ്പോൾ ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്ന തരത്തിൽ ഇന്ന് പെൺകുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലൊരു കരിയർ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള ഒരു ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് എടുക്കണം എന്നൊരു താല്പര്യം ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്വപ്നം ഇടവഴിയിൽ വെച്ച് നിർത്താതെ ആ സ്വപ്നം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു പക്ഷേ നിങ്ങൾ മാരീഡ് ആവാം, ഫാമിലിയുടെ ഉള്ളിലാവാം, ഫാമിലിയുടെ അകത്ത് നിന്നുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മാരീഡായി എന്നതോ അല്ലെങ്കിൽ ഉമ്മയാണ് അല്ലെങ്കിൽ മാതാവാണ് എന്നുള്ളതോ അതല്ലെങ്കിൽ നമ്മൾ മറ്റ് റോൾസ് നിർവഹിക്കുന്നുണ്ട് എന്നതൊന്നും നമ്മുടെ ജോലിക്കോ നമ്മുടെ പഠനത്തിനോ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനോ തടസ്സമാവരുതെന്നാണ് എനിക്കതിന് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും പ്രതിബന്ധങ്ങളുണ്ടാവും. നമ്മുടെ മാത്രം ആഗ്രഹമായിരിക്കാം ചിലപ്പോൾ ഒരു ഘട്ടത്തിലെങ്കിലും അത്. ഒരുപക്ഷെ ഫാമിലിയുടെ എല്ലാ സമയത്തും നമുക്കൊരു സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ സമയത്തും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ ഒരു ഡിസയർ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആ ജ്വാല കെടാതെ സൂക്ഷിക്കാനുള്ള ഒരു ഫയർ നിങ്ങളിൽ ഉണ്ടാവുകയും നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റത്തിനെ വിശ്വസിക്കുകയും ആ ചുറ്റുമുള്ള സിസ്റ്റത്തിൽ നിന്നുകൂടി എനർജി നേടാനുള്ള ഒരു കഴിവ് നമ്മൾ കാണിക്കുകയും അവരെ കൂടി നമ്മൾ വിശ്വസിപ്പിക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ടും ഒരു എൽഡർ പാരൻസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ സിറ്റുവേഷനിലൊന്നും ഒരു പക്ഷേ നമുക്ക് ഓൾ ഓൺ എ സഡൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ സ്ലോലി വി ക്യാൻ എഡ്യൂക്കേറ്റ് ദം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. നമുക്കവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ യഥാർത്ഥ ആഗ്രഹം ഇതാണ്, എനിക്ക് ഇങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിക്ക് നിങ്ങൾ കൂടെ നിൽക്കണം. കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് വഴികാട്ടാവാനും നമുക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് പറ്റും എന്ന് നമുക്ക് അവരെ സ്ലോലി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അതാണ് എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിലുണ്ടാവേണ്ടത്. നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അവർ താൽക്കാലികമായിട്ടുള്ള ചില സ്വപ്നങ്ങളുടെ പേരിലൊക്കെ അവരുടെ കരിയറിനൊക്കെ മാറ്റി വെക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വിദ്യാർത്ഥിനികളോടാണെങ്കിലും സമൂഹത്തിലുള്ള ഏതൊരു വിദ്യാർത്ഥിനിയോടും അല്ലെങ്കിൽ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ആഗ്രഹത്തിന് കൂടെ നിൽക്കാൻ ഇന്നൊരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൈവരും. അതോടൊപ്പം തന്നെ ആ ആഗ്രഹത്തിൻ്റെ കൂടെ ആ ആഗ്രഹം സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ആഗ്രഹത്തിന് സഫലീകരിക്കാൻ പലതരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ആഗ്രഹം മുറുകെ പിടിച്ചുകൊണ്ട് ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് അത് പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള ലീഡർഷിപ്പ് റോളിലെത്തി അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള സമൂഹത്തിലുള്ള മറ്റാളുകൾക്ക് കൂടി മാതൃക കാണിക്കാനുള്ള ആ തരത്തിലുള്ള ഒരു മോട്ടീവാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാധ്യമം പോലെയുള്ള ഒരു പത്രം ഈ ഒരു പരിപാടി ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല വിദേശത്താണെങ്കിലും നിരവധി പെൺകുട്ടികളിലേക്കും വനിതകളിലേക്കും ഇതിൻ്റെ ഊർജ്ജം പ്രസരിക്കും എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടും മാധ്യമവും മറ്റ് പത്രമാധ്യമങ്ങളും സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടും ഇതുപോലെയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് സമൂഹം, ക്യാമ്പസ്, അതുപോലെ തന്നെ ഫാമിലി, മീഡിയ ഇതിനൊക്കെ ഒരു നേർരേഖയിൽ കൊണ്ടുവരുമ്പോൾ സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാത്ത അതല്ലെങ്കിൽ പെൺകുട്ടി ആയതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടാത്ത നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.